നോഫാപ്പ് അർജസ് കൂടുതലായി ഫേസ് ചെയ്യുന്ന സമയമെന്ന് പറയുന്നത് ചലഞ്ച് ഏറ്റെടുത്ത് തുടങ്ങുന്ന ആദ്യ 30 ദിവസത്തിലായിരിക്കും. ഈ സമയത്ത് ഇത് ക്വിറ്റ് ചെയ്യാൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന മോട്ടിവേഷൻ, വിൽ പവർ എല്ലാം റിസ്കി സോണിൽ വന്ന് നിൽക്കുന്നുണ്ടാവും. അതൊരു ടെസ്റ്റിംഗ് പീരീഡ് ആണ്. അതിനെ അങ്ങനെ തന്നെ ആയിരിക്കണം നിങ്ങൾ ഫേസ് ചെയ്യേണ്ടത്. ലൈക്ക് എ ടെസ്റ്റ്. ഈ ഒരു സെൽഫ് കൺട്രോൾ, അതായത് മാസ്റ്റർബേറ്റ് ചെയ്യാനുള്ള അർജ്, അതുപോലെ ഫോൺ കാണാനുള്ള തോട്ട്സിനെ എല്ലാം കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയ ടാസ്ക് ആണ്. അതുകൊണ്ട് തന്നെയാണ് നോഫാപ്പ് ചലഞ്ചിന് റെഡിയാവുന്ന പലരും ജസ്റ്റ് കുറച്ച് മണിക്കൂറിനുള്ളിൽ തന്നെ ഫെയിൽ ആവുന്നത്. യെസ്, ഇത് ഡിഫിക്കൽട്ട് തന്നെയാണ്, പക്ഷേ ഇമ്പോസിബിൾ അല്ല. ഈ ഫെയിലിയർ തന്നെയാണ് നമ്മുടെ സക്സസിന്റെ സ്റ്റെപ്പിംഗ് സോണായി മാറുന്നത്. നിങ്ങൾ എത്ര പ്രാവശ്യം ഫെയിൽ ആയാലും ആ ഫെയിൽ ആയതിന്റെ കാരണങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ടാകും. അതിൽ നിന്ന് നിങ്ങൾക്ക് പല കാര്യങ്ങളും പഠിക്കാനാകും. അതെ, സെയിം മിസ്റ്റേക്ക് റിപ്പീറ്റ് ചെയ്യാതിരിക്കാനായിരിക്കണം നിങ്ങളുടെ അടുത്ത ചലഞ്ചിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. സോ ഫെയിൽ ആവുന്നു എന്ന് വിചാരിച്ച് നിങ്ങൾ ഗീവ് അപ്പ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ആ തീരുമാനമാണ് ഏറ്റവും വലിയ തോൽവി. ഈ ജേണിയുടെ മേജർ പാർട്ട് തന്നെ മിസ്റ്റേക്സ് ആൻഡ് ഫെയിലിയറിൽ നിന്ന് പഠിക്കുന്നതാണ്. അത് നിങ്ങളുടെ നോഫാപ്പ് ജേണിയെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് സഹായിക്കുന്നത്, അല്ലാതെ കംപ്ലീറ്റ് ആയി ആ ചലഞ്ചിനെ സ്റ്റോപ്പ് ചെയ്യാനല്ല. സോ ഇന്ന് നമുക്ക് ഈ വീഡിയോയിൽ ചലഞ്ച് സമയത്ത് ഉണ്ടാവുന്ന എക്സ്ട്രീം അർജസിനെ എങ്ങനെ ഓവർകം ചെയ്ത് ഇതിൽ സക്സസ് ആവാൻ പറ്റും എന്ന് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സോഷ്യൽ മീഡിയ സബ്സ്ക്രിപ്ഷൻസ് ഫിൽറ്റർ ചെയ്യുക എന്ന കാര്യമാണ്. അതായത് ഇൻസ്റ്റ പോലെയുള്ള നിങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ ആക്റ്റീവ് ആണോ അതിലൊക്കെ ഫോളോ ചെയ്യുന്ന ആളുകളെ ഒന്നുകൂടി റീവിസിറ്റ് ചെയ്ത് സെക്ഷൽ അർജസ് ഉണ്ടാവാൻ കാരണമാവുന്ന എല്ലാ അക്കൗണ്ട്സും ബ്ലോക്ക് ഓർ അൺഫോളോ ചെയ്യാനുള്ള ഡിസിഷൻ എടുക്കുക. അതിപ്പോ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒന്ന് പോസ്റ്റ് ചെയ്ത് ഈ ആക്ഷൻ എടുത്താൽ അത്രയും നല്ലത്. ഇങ്ങനെ ചെയ്താൽ അതിൽ നിന്ന് നിങ്ങളുടെ ബ്രെയിൻ ക്യാപ്ചർ ചെയ്യുന്ന കണ്ടന്റ്സ് ലിമിറ്റ് ആവാൻ തുടങ്ങും. സോ അത് കാരണം നിങ്ങൾക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടായിരുന്ന അർജസിനെയാണ് നിങ്ങൾ ഇപ്പോൾ ഇല്ലാതെയാക്കിയത്. അല്ലെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയ വിസിറ്റ് ചെയ്യുന്ന ഓരോ പ്രാവശ്യവും അങ്ങനെയുള്ള ഹോട്ട് പ്രൊഫൈൽസ് ഓർ അക്കൗണ്ട്സ് നിങ്ങൾക്ക് തന്നെ അർജസ് തരാനും അവസാനം മാസ്റ്റർബേറ്റ് ചെയ്യാനുള്ള ബിഹേവിയറിലേക്ക് എത്തിക്കാനും കാരണമാവും. അതാണ് ബ്രെയിനിന്റെ ഇന്റേണൽ മെക്കാനിസം എന്ന് പറയുന്നത്. സോ അത് മനസ്സിലാക്കി നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ബ്രെയിനിനെ റൈറ്റ് ഡയറക്ഷനിലേക്ക് ഗൈഡ് ചെയ്താൽ ഈ ചാലഞ്ചസിനെ ആ ഫാക്ടേഴ്സ് ഡിസ്റ്റർബ് ചെയ്യില്ല. ഇനി രണ്ടാമത്തെ കാര്യം, ഇങ്ങനെയുള്ള സെക്ഷൽ തോട്ട്സ് വരാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ വേറെ എന്തെങ്കിലും ചെയ്യാൻ നമ്മുടെ മൈൻഡിനെ ട്രെയിൻ ചെയ്യണം. ഗെറ്റ് അപ്പ് ആൻഡ് ഡു സംതിങ് പ്രൊഡക്റ്റീവ്. നമ്മുടെ തോട്ട്സ് ആൻഡ് ആക്ഷൻസിനെ കൺട്രോൾ ചെയ്ത് നല്ല കാര്യങ്ങളിലേക്ക് റീഡയറക്ട് ചെയ്യാനുള്ള പവർ നമുക്ക് ഉണ്ടെന്ന് നമ്മൾ ഇടയ്ക്ക് മറക്കുന്നുണ്ട്. സോ അത് വേണം ആദ്യം നമ്മൾ ഓർക്കാൻ. എന്നിട്ട് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ തോട്ട്സിന്റെ കൺട്രോൾ അല്ലെങ്കിൽ ഇൻചാർജ് നമ്മുടെ അടുത്തായിരിക്കണം. അങ്ങനെ ആ സമയത്തുണ്ടാവുന്ന നെഗറ്റീവ് ഓർ ലോ വൈബ്രേഷണൽ തോട്ട്സിനെ പോസിറ്റീവ് ആൻഡ് ഹൈ വൈബ്രേഷണൽ തോട്ട്സ് ആൻഡ് ആക്ഷൻസിലേക്ക് മെല്ലെ ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങണം. ഇങ്ങനെ ചെയ്യാനുള്ള ഒരു ഈസി മെത്തേഡ് എന്ന് പറയുന്നത് പോസിറ്റീവ് ഫിസിക്കൽ മൂവ്മെന്റ് ആണ്. അതായത് വാക്കിംഗ്, റണ്ണിംഗ്, പ്ലേയിങ് വിത്ത് ഫ്രണ്ട്സ്, ഫിസിക്കൽ എക്സസൈസ്, ഫിസിക്കൽ ആക്ടിവിറ്റീസ് എക്സെട്ര. പിന്നെ വരുന്ന ഒരു ഹൈ റേറ്റഡ് മെത്തേഡ് 5 സെക്കൻഡ് റൂൾ ആണ്. എപ്പോഴാണോ നിങ്ങൾക്ക് അർജസ് ഉണ്ടാവുന്നത് ആ സമയത്ത് 5 മുതൽ കൗണ്ട് ഡൗൺ ചെയ്യുക. 1 എന്ന് കൗണ്ട് ചെയ്യുമ്പോഴേക്കും ഇരിക്കുന്ന അല്ലെങ്കിൽ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് മൂവ്മെന്റ് ഉണ്ടാവണം. അത് റിലാപ്സ് ആവുന്നതിൽ നിന്ന് നിങ്ങൾ എഫക്റ്റീവ്ലി ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഫോൺ ഓർ ലാപ്പ് അങ്ങനെയുള്ള ടൂൾസ് എല്ലാം കുറച്ച് ഡിസ്റ്റൻസിൽ തന്നെ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. ഇതാണ് 5 സെക്കൻഡ്സ് റൂൾ. മൂന്നാമത്തെ കാര്യം, ഈ ചലഞ്ച് കാരണം നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്ന ബെനിഫിറ്റ്സ് ആൻഡ് അഡ്വാൻറ്റേജസിനെ കുറിച്ച് നിങ്ങൾ ഡീപ്പായി ചിന്തിക്കുന്ന പ്രോസസ് ആണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത്രയും കാലം മാസ്റ്റർബേഷൻ ബിഹേവിയർ കാരണം നിങ്ങൾ ഫേസ് ചെയ്ത നെഗറ്റീവ് കാര്യങ്ങളും ഈ ബിഹേവിയർ കൺട്രോൾ ചെയ്യുമ്പോൾ അതുകൊണ്ടുണ്ടാവുന്ന പോസിറ്റീവ് കാര്യങ്ങളുടെയും ഡിഫറൻസ് നിങ്ങൾക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ തുടങ്ങും. അത് നിങ്ങൾ ഹാപ്പിയായി ഫീൽ ആക്കുന്നത് മാത്രമല്ല, ഇനിയുള്ള ചലഞ്ച് ജേണിക്ക് മോട്ടിവേറ്റ് ചെയ്യാനും ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ടേക്ക് ടൈം ടു തിങ്ക് അബൌട്ട് ദ ബെനിഫിറ്റ്സ് ഓഫ് നോഫാപ്പ്. അതിൽ വരുന്ന വൺ ഓഫ് ദ മെയിൻ ബെനിഫിറ്റ് നാച്ചുറലി ഇൻക്രീസ് ആവുന്ന ടെസ്റ്റോസ്റ്റിറോൺ ലെവലാണ്. അത് ഏകദേശം 45% റൈസ് ആവും. അതിന്റെ ഒപ്പം തന്നെ എനർജി, മോട്ടിവേഷൻ, അട്രാക്ഷൻ, പ്രൊഡക്ടിവിറ്റി അങ്ങനെ പല ഗുണങ്ങളും ഈ ഒരു ചലഞ്ച് കാരണം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങും. സോ ഈ ഒരു പോസിറ്റീവ് തോട്ട് നിങ്ങൾ ചലഞ്ചിൽ ഉള്ളപ്പോൾ ഡെയിലി ഒരു 3 മുതൽ 4 പ്രാവശ്യമെങ്കിലും ചിന്തിക്കാൻ നിങ്ങളെ ട്രെയിൻ ചെയ്യുക. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ഇങ്ങനെയുള്ള പോസിറ്റീവ് തോട്ട്സിന്റെ ഒപ്പം നിങ്ങളുടെ ഗോൾസ് ആൻഡ് ഡ്രീംസിന്റെ തോട്ട്സിനെയും ഇൻക്ലൂഡ് ചെയ്താൽ അത് നിങ്ങളെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യാനും
സെക്ഷൽ അർജസിനെ റിജക്ട് ചെയ്ത് അതിനെ ഓവർകം ചെയ്യാനും സഹായിക്കും. കൺട്രോൾ എന്ന് പറയുന്ന കാര്യമാണ് ഇവിടെ നമ്മൾ കീവേഡായി യൂസ് ചെയ്യേണ്ടത്. അതായത് മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാൻ പോകുന്നതിന് മുന്നേ നമ്മൾ സെൽഫ് കൺട്രോൾഡ് ആണോ എന്നാണ് ആദ്യം അനലൈസ് ചെയ്യേണ്ടത്. ആ സെൽഫ് കൺട്രോൾ മാത്രമാണ് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന വെപ്പൺ. നാലാമത്തെ കാര്യം, പോൺ ഓർ മാസ്റ്റർബേഷൻ ഹാബിറ്റ്സ് കാരണം ഉണ്ടാവാൻ ചാൻസ് ഉള്ള സൈഡ് എഫക്ട്സിനെ കുറിച്ച് ചിന്തിക്കുക. അതും നിങ്ങളെ ഈ ചലഞ്ചിൽ നിന്ന് മോട്ടിവേറ്റ് ആയി ഇരിക്കാൻ ഹെൽപ്പ് ചെയ്യും. ബെനിഫിറ്റ്സ് മാത്രമല്ല ഇൻസ്പയറിംഗ്, സൈഡ് എഫക്ട്സും നമ്മളെ അലർട്ടായി ഇരിക്കാൻ മോട്ടിവേറ്റ് ചെയ്യുന്ന പവർഫുൾ ഫാക്ടർ ആണ്. അതുകൊണ്ട് ഈ ചലഞ്ചിൽ ഉള്ള സമയത്ത് ഡെയിലി സൈഡ് എഫക്ട്സിനെ കുറിച്ച് മനസ്സിലാക്കാനും എഡ്യൂക്കേറ്റഡ് ആവാനും ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. എടുത്തു പറയാനുള്ള ഒരു മേജർ സൈഡ് എഫക്ട് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള പോൺ ഓർ സെക്ഷൽ കണ്ടന്റ് ഓവറായി നിങ്ങൾ കൺസ്യൂം ചെയ്യാൻ തുടങ്ങുമ്പോൾ ഡ്രഗ്സ് ഓവറായി യൂസ് ചെയ്യുന്ന ഒരാളുടെ ബ്രെയിൻ സ്ട്രക്ചർ മാറാവുന്ന അതേ രീതിയിൽ തന്നെയാണ് കണ്ടിന്യൂസ് ആയി ഈ പോൺ കണ്ടന്റ് കൺസ്യൂം ചെയ്യുന്ന ആളിന്റെ ബ്രെയിൻ സ്ട്രക്ചർ മാറാൻ തുടങ്ങുന്നത്. അതായത് ഇതൊരു നിസ്സാരമായ കാര്യമല്ല എന്നർത്ഥം. സോ ഇങ്ങനെയുള്ള പല സൈഡ് എഫക്ട്സിനെ കുറിച്ചും നിങ്ങൾ അവെയർ ആവാൻ തുടങ്ങുമ്പോൾ, അതിനെക്കുറിച്ച് കൺസിസ്റ്റന്റ് ആയി ചിന്തിക്കുമ്പോൾ ഇതിൽ നിന്ന് ഓവർകം ചെയ്യാനുള്ള സെൽഫ് മോട്ടിവേഷൻ നിങ്ങൾക്ക് കൂടാൻ തുടങ്ങും. ഇതുകൂടാതെ പോണോഗ്രഫി കാരണം ഓപ്പോസിറ്റ് സെക്സിനെ ഒബ്ജക്ടിഫൈ ചെയ്യുന്നത്, റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് വരുന്നത്, സെക്ഷൽ പെർഫോമൻസ് ഡൗൺ ആവുന്നത്, പ്രിമച്വർ ഇജാക്കുലേഷൻ, അങ്ങനെ ഇനിയും പല നെഗറ്റീവ്സും ഇതിനുണ്ട്. സോ ഇതെല്ലാം റിസർച്ച് ചെയ്യാനും മനസ്സിലാക്കാനും നിങ്ങൾ തുടങ്ങിയാൽ അത് നിങ്ങളുടെ നോഫാബ് ജേണിയെ നല്ല രീതിയിൽ തന്നെ സഹായിക്കും. ഇനി അഞ്ചാമത്തെ കാര്യം, ഈ ചലഞ്ച് ഏറ്റെടുക്കാനുള്ള നിങ്ങളുടെ പേഴ്സണൽ ഇന്റൻഷൻ എന്തായിരുന്നു എന്ന് ക്ലിയറായി ഒരു ബുക്കിൽ എഴുതി വെക്കൂ. ലൈഫിലുള്ള എല്ലാ കാര്യത്തിലും ഒരു പർപ്പസ് ഉണ്ട് അല്ലേ? അതേപോലെ തന്നെ ഈ ചലഞ്ചിന്റെ പിന്നിൽ നിങ്ങളുടെ ഒരു പർപ്പസ് ഉണ്ടാവും. അതെന്താണ് എന്ന് ക്ലിയറായി ഡിഫൈൻ ചെയ്യുക. ചിലർക്ക് അത് അഡിക്ഷൻ ഫ്രീ ലൈഫ് ലീഡ് ചെയ്യാനായിരിക്കും. ചിലർക്കാണെങ്കിൽ കോൺഫിഡൻസ് കൂടാനും ഗോൾ അച്ചീവ് ചെയ്യാനും. അങ്ങനെ പലർക്കും പല പേഴ്സണൽ പർപ്പസ് ഉണ്ടാവും. സോ അത് എന്താണെങ്കിലും ആ ഇന്റൻഷനിൽ ക്ലാരിറ്റി വരുത്തി അത് എന്നും റിപ്പീറ്റ് ചെയ്യുന്നതും നിങ്ങളുടെ ജേണിയെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സഹായിക്കും. നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം എന്തിലാണോ എഴുതി വെക്കുന്നത് അത് സേഫായി മെയിൻറ്റെയിൻ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അർജസ് വരുമ്പോൾ നിങ്ങൾ എഴുതി വെച്ച ഇങ്ങനെയുള്ള ഇന്റൻഷണൽ വേർഡ്സ് ആയിരിക്കും നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന എലമെന്റ്സ്. അടുത്ത ഒരു പവർഫുൾ മെത്തേഡ് കോൾഡ് ഷവറിംഗ് ആണ്. മാസ്റ്റർബേറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ പോൺ കാണാനുള്ള തോട്ട്സ് വരുമ്പോൾ പെട്ടെന്ന് തന്നെ കോൾഡ് ഷവർ എന്ന കാര്യത്തിലേക്ക് നിങ്ങളുടെ മൈൻഡിനെ ഡൈവേർട്ട് ചെയ്യാൻ പറ്റിയാൽ അത് നിങ്ങളെ റിലാക്സ്ഡ് ആക്കും. പോസിറ്റീവ് വൈബ്രേഷനിൽ തന്നെ സസ്റ്റെയിൻ ആവാൻ ഹെൽപ്പ് ചെയ്യും. കോൾഡ് ഷവർ സിമ്പിളായി പറഞ്ഞാൽ ഒരു ഷോക്ക് തെറാപ്പി പോലെയാണ്. അത് നിങ്ങളുടെ ബോഡി ആൻഡ് മൈൻഡിനെ സ്റ്റേബിൾ ആൻഡ് കാം ആക്കി മാറ്റും. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ചിന്തകൾ, മോട്ടിവേഷൻസ്, ക്ലാസസ്, ഗൈഡൻസ്, സപ്പോർട്ട് ഒക്കെ സുപ്പീരിയർ മെൻ ബിൽഡിംഗ് മെന്റേഴ്സ് 1-to-1 എന്ന രീതിയിൽ 90 ദിവസം എക്സ്ക്ലൂസീവ്ലി നിങ്ങളെ മാത്രം ശ്രദ്ധിക്കാനും ഗൈഡ് ചെയ്യാനും അവൈലബിൾ ആയിരിക്കും. സോ അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിറ്റി ആൻഡ് എക്സ്പേർട്സ് മെന്റേഴ്സിന്റെ അറിവും ഗൈഡൻസും നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, മൈൻഡ് സെറ്റ് മാറ്റാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ, join soon. Contact us.